കൊട്ടാരക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു. ശമ്പളത്തിന് പുറമെ TA, DA ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ്. NBFC ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക. ഫോൺ 8073643133 9496248346. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PT ജെയ്സൺ നയിക്കുന്ന കുറ്റവിചാരണ പദയാത്ര നടന്നു. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാഖ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര DCC സെക്രട്ടറി ജോണി മണിച്ചിറ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുതൽ 20 വരെയുള്ള കോൺഗ്രസിന്റെ UDFന്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിക്കൊണ്ട് പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ മുഴുവനും കവർന്നെടുത്തുകൊണ്ട് ഏകാധിപത്യമാണ് വികസന മുരടിപ്പ് മാത്രം കാഴ്ചവെച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ മുഴുവനും കവർന്നു കൊടുത്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നവർക്കും പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുന്നവർക്കും മാത്രം വീതം വെച്ച് നൽകുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിരുദ്ധ അഴിമതി നിറഞ്ഞ ഭരണം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ PT ജെയ്സൺ നയിക്കുന്ന കുറ്റവിചാരണ പദയാത്ര ഈ വാഹനത്തിന് തൊട്ടു പുറകിലായിക്കൊണ്ട് ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ കുറ്റവിചാരണ പദയാത്രയിൽ പങ്കാളികളാവണമെന്ന് നാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. പദയാത്രയുടെ ഉദ്ഘാടനം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാഖ് നിർവഹിച്ചു. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിന് ഏറ്റവും അധികം ഇതൊരു ഗ്രാമീണ മേഖലയാണ്. ഈ മേഖലയ്ക്ക് ഉതകുന്ന രീതിയിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സമഗ്ര കുടിവെള്ള പദ്ധതികളാണെങ്കിലും ശരി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭംഗിയായി പൂർത്തീകരിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. അതുപോലെ തന്നെ പട്ടികജാതി കോളനികൾക്ക് ആവശ്യത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ, കല്യാണം നടത്തുന്നതിന് ഹോൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF ഈ പഞ്ചായത്ത് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് എന്ന് ഇവിടെ കടന്നു വരുമ്പോ, ഇവിടെയുള്ള ഓരോ ആളുകളോടും സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ CPM ഭരിക്കുന്ന കഴിഞ്ഞ 5 വർഷം എത്ര ആളുകൾക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പറയാൻ സാധിക്കും. CPM-മായി ബന്ധപ്പെട്ട്, LDF-മായി ബന്ധപ്പെട്ട് CPM നേതാക്കളുടെ പെട്ടുതാങ്ങികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിച്ചിട്ടുള്ളത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി UPA സർക്കാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ നടപ്പിലാക്കിയ പദ്ധതി, ആ പദ്ധതി ഇപ്പൊ എന്താ സ്ഥിതി? ഏതെങ്കിലും തൊഴിലാളികൾക്ക് 100 ദിവസം തയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? എത്ര രൂപ ഓരോ തൊഴിലാളികൾക്കും ഇനിയും പണിയെടുത്ത് പാടത്ത് പണി, വരമ്പത്ത് കൂലി എന്നുള്ളത് അത് ഇപ്പൊ ലഭിക്കുന്നുണ്ടോ? കൃത്യമായി കൂലി ലഭിക്കാതെ, കൃത്യമായി പണി ലഭിക്കാതെ ഇന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നെ മോർച്ചറിയിലാണ് എന്നുള്ള സ്ഥിതിയാണ് പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് മറ്റു പദ്ധതികളാണെങ്കിലും എല്ലാം താളം തെറ്റി. ഈ താളം തെറ്റുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ പിണറായി തന്നെയാണ്. പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PT ജെയ്സൺ അധ്യക്ഷനായി. വലിയൊരു കുറ്റ വിചാരണ യാത്രയായി ഇത് കഴിയുന്നതുവരെ അടുക്കും ചിട്ടയോടുകൂടി നമ്മുടെ എല്ലാ പ്രവർത്തകരും ഇതിൽ പങ്കെടുക്കണം. അച്ചടക്കത്തോടെ അനുസരണയുള്ള പ്രവർത്തകരായി ഈ പദയാത്രയിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഈ കുറ്റവിചാരണ പദയാത്ര നടക്കുന്നത് പാഞ്ഞാൾ പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയുമുള്ള അതിശക്തമായ ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ കുറ്റവിചാരണ പദയാത്ര ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. DCC സെക്രട്ടറി TM കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
വൈസ് പ്രസിഡന്റ് CA മുസ്തഫ, DCC അംഗം CP ഗോവിന്ദൻകുട്ടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഗിരിജ വല്ലഭൻ, കാർഷിക ബാങ്ക് പ്രസിഡന്റ് KC ശിവദാസൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, മുൻ മണ്ഡലം പ്രസിഡന്റ് അനൂപ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഫീഖ് പാറപ്പുറം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. KSU പ്രവർത്തകൻ ഗണേഷ് ആറ്റൂരിനെ വേദിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. 50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ തരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954.